പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ അടുക്കിലേക്ക് വീണ്ടും ഒരു വീഡിയോയുമായി വരാൻ തന്ന ഒരവസരത്തിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾ സന്തോഷത്തിലായിരിക്കും. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ നിങ്ങളോട് ചില വിഷയങ്ങളല്ല, ഞാൻ വിചാരിക്കുന്നു ഒരൊറ്റ വിഷയത്തെപ്പറ്റി, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരൊറ്റ വിഷയത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്നല്ലേ, നമുക്കറിയാം ക്രൈസ്തവ ജീവിതത്തിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നൊരു വിഷയം, നമ്മൾ വെളിയിൽ നിന്നായിരുന്നാലും പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നത് വിശുദ്ധിയാണെങ്കിലും, ഞാൻ പറയും വിശുദ്ധിയോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം വിശ്വാസമാകുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ നേരത്തെ ഈ വിശ്വാസത്തെപ്പറ്റി നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലുമൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ എൻ്റെ വിശ്വാസം ഭയങ്കര ഹൈപ്പറായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ലോകത്തെ തന്നെ തലകീഴായി മറിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമായിരുന്നു എന്നറിയും. ചിലർ പറയും ഇന്നത്തെ വിശ്വാസം ഭയങ്കര ഡൗൺ ആണ്, എനിക്കറിയത്തില്ല, ഇന്നലെയൊക്കെ ഞാൻ നന്നായിരുന്നു, ഇന്ന് എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്ന് പറയും. ചിലർ പറയും ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ എല്ലാം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫെയ്ത്ത് ആയിരുന്നു, നന്നായിട്ട് പോകുന്ന ഒരു വിശ്വാസമായിരുന്നു. എന്നാൽ എന്തോ പെട്ടെന്ന് ഇന്നത്തെ ദിവസമായപ്പോൾ ആ വിശ്വാസത്തിനകത്ത് ഭയങ്കര വീഴ്ച വന്നു, അല്ലെങ്കിൽ എൻ്റെ എന്തോ കുറവ് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ. അതായത് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ലെവലിൽ പോകാത്ത, എന്നാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നതുമായ ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നതായ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് വിശ്വാസമാകുന്നു. നിങ്ങൾക്കറിയാമല്ലോ, തിരുവചനം വ്യക്തമായി പറയുന്നു, ലോകത്തിന്മേലുള്ള നമ്മുടെ ജയം മറ്റൊന്നുമല്ല, അത് നമ്മുടെ വിശ്വാസമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസത്തെ പറ്റി വളരെ രസകരമായ ഒരു 3 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം 3 തലങ്ങളിലാകുന്നു നമ്മുടെ മേൽ വരുന്നത്. അതിനെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. 1 ഗിവൺ ഫെയ്ത്ത്, 2 അറ്റൈനിങ് ഫെയ്ത്ത്, 3 ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. അപ്പോൾ ഈ ഗിവൺ ഫെയ്ത്ത് എന്ന് പറയുന്ന നേരത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്, മറിച്ച് ദൈവം ഓരോരുത്തർക്കായി നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. അപ്പോൾ ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ അളവിനെ പറ്റി, അതായത് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന് ഒരു അളവുണ്ടെന്ന്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസം, ഇതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരു വിശ്വാസം ബേസിക്കലി നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല, നിങ്ങൾ ഗ്രഹിക്കണമെന്നും യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും പറയാൻ സാധ്യമല്ലെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റോമാലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട വിശ്വാസം യേശു കർത്താവാണെന്നും യേശു ജീവിക്കുന്നവനാണെന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിനകത്ത് നൽകിയിരിക്കുന്ന വിശ്വാസം. ഈ വിശ്വാസം ജനറലാണ്. എന്നാൽ ഈ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വിശ്വാസം ഒരാളിൽ എത്രത്തോളം ആഴപ്പെടുന്നോ അത്രത്തോളം അയാൾ ക്രിസ്തുവിൽ വളരാൻ തുടങ്ങും. അതായത് എൻ്റെ ജീവിതം എത്രത്തോളം യേശുവിനോട് കൂടെ പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ യേശു ഇല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം കഴിയത്തില്ല എന്നൊരു വ്യക്തിയുടെ ഉള്ളത്തിനകത്ത് ബോധ്യം വരുന്നോ ആ ബോധ്യത്തിനനുസരിച്ച് അയാളുടെ വളർച്ചയ്ക്ക് അത് കാരണമായിക്കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് 1 ഗിവൺ ഫെയ്ത്ത്. ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വിശ്വാസം നൽകിയിരിക്കുന്നു. അതിലൊന്നാണ് നിങ്ങളുടെ വിളികൾ. ചിലരൊക്കെ അപ്പോസ്തലനായിരിക്കും, ചിലർ പ്രവാചകനായിരിക്കും, ചിലർ സുവിശേഷകരായിരിക്കും, ചിലർ ഇടയരായിരിക്കും, ചിലർ പ്രബോധകരായിരിക്കും. 5 തസ്തികകളിലുള്ള വിളികൾ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ 5 തസ്തികകളിലുള്ള വിളികളിൽ ഓരോരുത്തർക്ക് ദൈവം നൽകിയിരിക്കുന്ന വിളിക്ക് അനുസരിച്ചുള്ള വിശ്വാസം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവാചക വിളിയിലിരിക്കുന്ന ഒരാൾക്ക് പ്രവചിക്കാനുള്ള ഒരു വിശ്വാസവും, അധ്യാപന വരത്തിൽ അല്ലെങ്കിൽ അധ്യാപക വിളിയിലിരിക്കുന്ന ഒരാൾക്ക് അധ്യാപനത്തിനുള്ള ഒരു വിശ്വാസവും, അതുപോലെ തന്നെ അപ്പോസ്തലന് അപ്പോസ്തലിക വിശ്വാസവും ദൈവം നൽകിയിരിക്കുന്നു. ഓരോരുത്തരുടെ വിളിക്കനുസരിച്ചുള്ള വിശ്വാസം ദൈവം നൽകിയിരിക്കുന്നു. അതിന് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്നതല്ല അതിനർത്ഥം. നിങ്ങൾക്ക് പഠിപ്പിക്കാനും കഴിയും. അത് നിങ്ങൾ ആർജിച്ചെടുക്കുന്ന വിശ്വാസമാകുന്നു അറ്റൈനിങ് ഫെയ്ത്ത്. ഞാനത് 2-ാമത്തെ വിശ്വാസമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് അറ്റൈൻ ചെയ്യുന്ന ഒരു വിശ്വാസം, നമ്മൾ സ്വീകരിക്കുന്ന മാത്രമല്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാത്രമല്ല, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു വിശ്വാസം. എന്തായാലും ഈ നൽകപ്പെട്ട വിശ്വാസത്തിനകത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിളിക്ക് അനുസരിച്ചുള്ള വിശ്വാസം ഓൾറെഡി നിങ്ങളുടെ അകത്തുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ പ്രവചിച്ചിരിക്കും. നിങ്ങളൊരു കൃപാവരത്തിനകത്ത് ദൈവം നിങ്ങളെ വളർത്തി എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും ആ കൃപാവരം നിങ്ങളിൽ നിന്ന് ഓപ്പറേറ്റഡ് ആകാൻ തുടങ്ങും. ഇത് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസമാകുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആർജിച്ചെടുക്കുന്ന വിശ്വാസമുണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആർജിച്ചെടുക്കുന്ന വിശ്വാസത്തെ പറ്റി പറയുന്ന നേരത്ത് ഇത് വളരുന്ന വിശ്വാസമാകുന്നു. വിശ്വാസത്തിന് വളർച്ചയുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവപുത്രനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്
വരുന്നു. അപ്പം നിങ്ങൾ എത്രത്തോളം കേൾക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ ദൈവവചനത്തിനകത്ത് നിന്ന് എന്തെല്ലാം കേൾക്കുന്നുവോ അതെല്ലാം നിങ്ങളുടെ വിശ്വാസത്തിനെ വർദ്ധിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് മാറ്റും. ഞാനിത് പറയുന്ന നേരത്ത് നല്ല കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയും, മോശ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയും. ദൈവവചനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടും. എന്നാൽ ദൈവവചനം നിങ്ങൾ തെറ്റായ കാര്യങ്ങൾക്കാണ് എടുക്കുന്നതെങ്കിൽ, ദൈവവചനത്തിനകത്ത് തെറ്റായ കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരുവനെ തകർക്കുന്നവനായ ദൈവത്തെ നിങ്ങൾക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി തന്ന പിതാവായ ദൈവം ഒരുവനെ തകർക്കുന്ന ദൈവമല്ല. കാരണം നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒരുവനാണ് പിതാവെന്ന് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങളെ പിടിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നമുക്കൊരു കാഴ്ചപ്പാട് തരട്ടെ. ദൈവവചനത്തിനകത്ത് നിങ്ങൾ എന്താണോ എടുക്കുന്നത് അത് നിങ്ങളുടെ വിശ്വാസത്തെ നല്ല രീതിയിലാകട്ടെ മോശം രീതിയിലാകട്ടെ അത് വളർത്താനായിട്ട് കാരണമാകുന്നു. ചിലർ പിശാചിനെ പറ്റി ഏറ്റവും കൂടുതൽ ബോധവാനായിരിക്കുന്ന ചില സാഹചര്യങ്ങളും ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ പറയട്ടെ, അത് നിങ്ങൾ വചനത്തിൻ്റെ തെറ്റായ ഒരു ഭാഗത്തിൽ നിന്ന് കൈവെക്കുന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ ശരിയായ ഭാഗത്തിലാണ് കൈവെക്കുന്നതെങ്കിൽ ശരിയായ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിക്ക് മാറ്റുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറ്റൈനിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, ആർജിച്ചെടുക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതിനകത്ത് നിന്ന് വരുന്നു. ഈ ആർജിച്ചെടുക്കുന്ന വിശ്വാസം ഒന്ന് കേൾക്കുന്നതിനകത്താണ് വരുന്നതെങ്കിൽ, രണ്ടാമത് നിങ്ങൾ നടക്കുന്ന വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണോ അവരുടെ വിശ്വാസം നിങ്ങൾ അനുകരിക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് വർദ്ധിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പൗലോസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ആ പൗലോസിൻ്റെ വിശ്വാസത്തെ പോലെ ആകുവാൻ, രൂപാന്തരീകരിക്കുവാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് ഈ ലോകത്തിൽ ഈ കാലത്തിൽ അധികമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു അഭിഷക്തനെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അദ്ദേഹത്തിൻ്റെതുപോലെ അഡാപ്റ്റ് ആകാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് ആർജിച്ചെടുക്കാൻ പറ്റും. നിങ്ങളൊരു അപ്പോസ്തലനാണ്, നിങ്ങൾക്കൊരു പ്രവാചക വിളിയില്ലെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങളൊരു പ്രവാചകൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ നിങ്ങൾ അനുകരിക്കുവാനും അങ്ങനെ നിങ്ങളുടെ വിശ്വാസം വളരുവാനും ഇടയാകും. ഞാനിത് നിങ്ങളോട് പറയുന്ന നേരത്ത് രണ്ടാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് ആർജിച്ചെടുക്കുന്ന വിശ്വാസം. ഒന്നാമത്തത് നമുക്ക് നൽകപ്പെട്ട വിശ്വാസം, രണ്ട് ആർജിച്ചെടുക്കുന്ന വിശ്വാസം. എന്നാൽ മൂന്നാമത്തത് നമ്മുടെ മേൽ വരുന്ന വിശ്വാസം എന്ന് പറയുന്നത് അത് ഗിഫ്റ്റ് ആകുന്നു. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന നേരത്ത് ഈ ചില വിഷയങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് ചെയ്യാൻ നമുക്കൊരു വിശ്വാസം ഉണ്ടാകത്തില്ല. അതുവരെ നമ്മൾ ആ വ്യക്തിയല്ല. കാരണം ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആമോസ് പ്രവാചകൻ നിങ്ങൾ കാണാൻ സാധിക്കും. ആമോസ് പറഞ്ഞു, ഞാൻ പ്രവാചക പുത്രനോ അല്ല, എന്നാൽ ആട് മേയിച്ച് നടന്ന എന്നെ ദൈവമായ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജനമായ ഇസ്രായേലിൽ പോയി പ്രവചിക്കുക. ഇത് ആ സമയത്ത് നൽകപ്പെട്ട വിശ്വാസമാണ്. ഞാനിത് പറയുന്ന നേരത്ത് ഒരു നിശ്ചിത ദൗത്യത്തിന് വേണ്ടി ആ കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി ഒരു ഫെയ്ത്ത് ഗിഫ്റ്റായിട്ട് വെളിപ്പെടുക, ഒരു ദാനമായി വെളിപ്പെടുക. ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് അത് നിങ്ങളുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങളെ ദൈവം ഈ കാലഘട്ടത്തിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒരാളോട് സംസാരിക്കാനായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് ഒരു കൈ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ ഒരാളുടെ കൂടെ നടക്കാനായിരിക്കും. നിങ്ങളുടെ വിശ്വാസം ആ സമയത്ത് ദൈവം നൽകപ്പെടുന്നത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാകുന്നു. ആ വിശ്വാസം അനേകർക്ക് അത് ഗുണപ്പെടുവാനും ചിലപ്പോൾ അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു റിവൈവലിന് തന്നെ കാരണമാകാനായിട്ട് ഇടയാകും. അതിന് നിങ്ങൾ ആകപ്പാടെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് കാതോർക്കുക. വിശ്വാസത്തിൻ്റെ ദാനം ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആകുന്നത് 1 കൊറിന്തോസ് 12 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ ദാനമാകും. നിങ്ങൾ ആത്മാവുമായി നടക്കുമ്പോഴാകുന്നു. മറ്റെല്ലാ ഗിഫ്റ്റുകളും നൽകപ്പെടുന്നത്, ഗിവൺ ഫെയ്ത്ത് ഒരിക്കൽ നൽകപ്പെട്ടാൽ എടുക്കപ്പെടുന്നതല്ല. ആർജിച്ചെടുക്കുന്ന വിശ്വാസം നൽകപ്പെട്ടാൽ തിരിച്ചെടുക്കപ്പെടുന്നവയല്ല. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് സീസണലാണ്. ഒരു നിശ്ചിത സമയത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആ വിശ്വാസം പകരും. ആ വിശ്വാസം അതിശക്തമായ നിലവാരത്തിൽ വെളിപ്പെടുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇക്കാലം അത്രയും നിങ്ങളുടെ വിശ്വാസം ചിലയിടത്ത് വേവറായതിൻ്റെ കാരണം അത് നിങ്ങളുടെ വിശ്വാസമായതുകൊണ്ടല്ല, നിങ്ങൾക്ക് നൽകപ്പെട്ട വിശ്വാസമായതുകൊണ്ടല്ല, നിങ്ങൾ ആർജിച്ചെടുത്ത വിശ്വാസമായതുകൊണ്ടാണ്. എന്നാൽ ആ ആർജിച്ചെടുത്ത വിശ്വാസം അത് നിരന്തരമായി നിൽക്കണമെങ്കിൽ നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും കേൾക്കുകയും ആ കേൾക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഗഹനമായി ചിന്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ആർജിച്ചെടുത്ത വിശ്വാസത്തിൽ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി വേണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ ആർജിച്ചെടുത്തത് അതുമായി നിങ്ങൾക്കൊരു ബന്ധം, അല്ലെങ്കിൽ ആ വ്യക്തിത്വമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ടോ നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാവുക അനിവാര്യമാകുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 3 തലങ്ങളിൽ വിശ്വാസം നമ്മുടെ മേൽ വരുന്നു. ഒന്ന്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം, നമ്മുടെ വിളികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശ്വാസം. രണ്ടാമത്തത് നമ്മൾ ആർജിച്ചെടുക്കുന്ന വിശ്വാസം, നാം ആരുടെ കൂടെ നടക്കുന്നു, നാം എന്ത് വായിക്കുന്നു, നാം എന്ത് കേൾക്കുന്നു, അതിനകത്തുനിന്ന് വരുന്ന വിശ്വാസം. 3, പരിശുദ്ധാത്മാവിൽ നിന്ന് നൽകപ്പെടുന്ന ദാനമാകുന്ന വിശ്വാസം, ഒരു നിശ്ചിത പ്രവർത്തനത്തിനായി, ഒരു നിയോഗത്തിനായി നമ്മുടെ മേൽ വെളിപ്പെടുന്ന വിശ്വാസം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ ആരും പറയരുത് എൻ്റെ വിശ്വാസം മങ്ങിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞുപോയി, ഇന്ന് കൂടുതലാണ് എന്ന് പറയരുത്. അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസമല്ല, നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസം കോൺസ്റ്റൻ്റ് ആണ്. അത് മാറാൻ സാധ്യതയില്ല, അതൊരിക്കലും മാറാൻ കഴിയത്തുമില്ല. എന്നാൽ നിങ്ങൾ ആർജിച്ചെടുത്ത വിശ്വാസത്തിന് ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകും. അതിൻ്റെ കാരണം നിങ്ങൾ അതിനോട് കണ്ടിന്യൂസ് ആയിട്ടൊരു ബന്ധം പുലർത്താത്തതുകൊണ്ടാകുന്നു. അപ്പോൾ ഇന്ന് ആർക്കെങ്കിലും വിശ്വാസം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു മുൻകാലങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ നിരന്തരമായി ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ദൈവം നിങ്ങളെ സമൃദ്ധമായി തൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ചു വെക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുമായി നിങ്ങൾക്ക് ആശയത്തോട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.